സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം. പൊന്നു വാങ്ങാൻ പൊന്നുവേണം. ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ്. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന 10 പേർക്ക് 10,000 രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും. അപ്പോൾ തീയതി മറക്കണ്ട, ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 15 വരെ. അപ്പോൾ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. കോതമംഗലം താലൂക്കിലെ പല്ലാരിമംഗലത്ത് അഹ്ലുസുന്ന മിലാദ് കോൺഫറൻസ് വിളംബര റാലി നടത്തി. ദക്ഷിണ കേരള ലജ്നത്തുൽ മുഅല്ലിമീൻ പല്ലാരിമംഗലം മേഖലയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന സെപ്റ്റംബർ 18-19 തീയതികൾ അടിവാട് സംഘടിപ്പിക്കുന്ന നൂറെ റസൂൽ അഹ്ലുസുന്ന മിലാദ് കോൺഫറൻസിന്റെ ഭാഗമായി കുറ്റംവേലി മുതൽ അടിവാട് വരെ വിളംബര റാലി നടത്തി. ജാഥ ക്യാപ്റ്റൻ മേഖല പ്രസിഡന്റ് മുഹമ്മദ് ബബാറിക്, കുറ്റംവേലി മഹൽ പ്രസിഡന്റ് മക്കാർ ഹാജി പതാക കൈമാറി ഫ്ലാഗ് ഓഫ് നടത്തി. ഇമാം ഷാഫി മൗലവി പ്രാർത്ഥന നിർവഹിച്ചു. അടിവാട് ടൗണിൽ നടന്ന സമാപനത്തിൽ മഹൽ പ്രസിഡന്റ് CS മുഹമ്മദ് ഹാജി ജാഥയെ സ്വീകരിച്ചു. എന്നത് ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ്. നമുക്കറിയാം, അന്ധകാരത്തിൽ ആണ്ടുപോയ ഒരു ജനവിഭാഗത്തെ സമുദ്ധരിക്കാനും അവരുടെ നന്മയുടെ വഴികളിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും അവരെ മാനുഷികമായ മൂല്യങ്ങൾ പഠിപ്പിക്കാനും നീതിയുടെ വക്താക്കളാക്കി മാറ്റാനുമായി ഉദയം ചെയ്ത പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ ഇറങ്ങുന്നത് ഡാർക്ക് ഏജ് യുഗമെന്ന് പിന്നീട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി വച്ച അജ്ഞതയുടെ അന്ധകാരങ്ങളിൽ ആണ്ടുപോയ ഒരു സമൂഹത്തിന്റെ സമുദ്ധാരണത്തിനു വേണ്ടിയാണെങ്കിൽ കാലം പിന്നിടുമ്പോൾ 15 നൂറ്റാണ്ടുകൾ അത് പൂർത്തിയാകുമ്പോൾ നമുക്കറിയാം, ഇന്ന് ടെക്നോളജിയുടെയും വിജ്ഞാന വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നമുക്കറിയാം, ഇന്ന് മനുഷ്യന്റെ സാധാ ബുദ്ധിയെ പോലും അത്ഭുതപ്പെടുത്തുന്ന കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ലോകത്തെ വിസ്മയം തീർക്കുന്ന വിജ്ഞാന വിപ്ലവത്തിന്റെ മഹോന്നതമായ പദവികൾ താണ്ടിക്കടക്കുമ്പോഴും അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഒരായത്ത് പോലും. ദക്ഷിണ കേരള ഇയത്തുൽ ഉൽമ സംസ്ഥാന സെക്രട്ടറി VS മുഹമ്മദ് മൗലവി ഉദ്ഘാടനം ചെയ്തു. MA മുഹമ്മദ് ഭാഗവി അധ്യക്ഷത വഹിച്ചു. EK ജാബിർ ബാഖവി, ഹനീഷ് കാശിഫി, ജലാൽ ഫൈസി, മീരാൻ മൗലവി, ഷംസുദ്ദീർ മൗലവി, TK മുഹമ്മദ്, അൻവർ ഭാഗവി, ഷാഫി ഭാഗവി, മുഹമ്മദ് മൗലവി പുല്ലാരി, അബ്ദുൽ ജബ്ബാർ മൗലവി, ഷിഹാബുദ്ദീൻ ഭാഗവി, ഹമീദ് മൗലവി, ഉമർ ദാരിമി, അഷ്റഫ് ദാരിമി തുടങ്ങിയവർ സംസാരിച്ചു. ഒരാശയം അല്ലെങ്കിൽ ഒരു തത്വസംഹിത അല്ലെങ്കിൽ ഒരു വ്യവസ്ഥിതി, അതാണ് പരിശുദ്ധമായ ഈ 1500-ാം ജന്മദിന സ്മരണയിലൂടെ നാം ഇവിടെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ഉയർത്തിക്കാണിക്കുകയും ചെയ്യുന്നത്. ലോകത്ത് നമുക്കറിയാം, നാം കണ്ടതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരുപാട് പ്രത്യയ ശാസ്ത്രങ്ങൾ വന്നതും വന്നുപോയിക്കൊണ്ടിരിക്കുന്നതും നമുക്കറിയാം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.